മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികർക്കും ആത്മായ തീർത്ഥാടകർക്കും നേരെയുണ്ടായ ഭയാനകമായ ആക്രമണത്തെ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്വാതന്ത്ര്യസമരത്തിലും രാഷ്ട്രനിർമ്മാണത്തിലും നിർണായക പങ്കുവഹിക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ തീവ്രവാദികളും ദേശവിരുദ്ധരുമായ ഘടകങ്ങൾ ആവർത്തിച്ച് ലക്ഷ്യം വയ്ക്കുകയും ഉപദ്രവിക്കുകയും ആരാധന നടത്താനുള്ള മൗലികാവകാശം നിഷേധിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണെന്ന് CBCI വിലയിരുത്തി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കത്തോലിക്ക വൈദികർക്കും വിശ്വാസികൾക്കും നേരെ മാർച്ച് 31-നായിരുന്നു ആക്രമണം അരങ്ങേറിയത്. 2025 ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മണ്ഡല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെ തീവ്ര സ്വഭാവമുള്ള അക്രമികൾ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ ധ്രുവീകരണവും ശത്രുതയും സൃഷ്ടിക്കുന്നതിനുള്ള ആശങ്കാജനകമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സർക്കുലറിൽ വ്യക്തമാക്കി. ജബൽപൂർ വികാരി ജനറൽ ഫാദർ ഡേവിസ്, രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് ടി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യന്റെ അന്തസ്സിനും നേരെയുള്ള നടക്കുന്ന ആക്രമണമാണെന്ന് CBCI വിലയിരുത്തി. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു, ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ അടിയന്തരമായി ഇടപെട്ട് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് CBCI അഭ്യർത്ഥിച്ചു. കൂടാതെ ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ കർശന നടപടിയെടുക്കാനും എല്ലാ ന്യൂനപക്ഷ സമൂഹങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനും മധ്യപ്രദേശ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായി CBCI സർക്കുലറിൽ വ്യക്തമാക്കി. ഇന്ത്യയുടെ സമ്പന്നമായ ജനാധിപത്യ ഘടന മതേതരത്വം, ബഹുസ്വരത, മതസൗഹാർദ്ദം എന്നീ മൂല്യങ്ങളാൽ നെയ്യപ്പെട്ടതാണ്. ഇതിനെ തകർക്കാനുള്ള ഏതൊരു ശ്രമത്തെയും നിയമപരമായും ഭരണപരമായും ശക്തമായി നേരിടണം. ഇരകളോട് CBCI ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇത്തരം അക്രമങ്ങൾ തടയുന്നതിനും എല്ലാ വിശ്വാസ സമൂഹങ്ങൾക്കും നീതി, സമാധാനം, സംരക്ഷണം എന്നിവ ഉറപ്പാക്കുന്നതിനും എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് CBCI ആവശ്യപ്പെടുകയും ചെയ്തു. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.